രാഷ്ട്രീയത്തിൽ വലിയ വലിയ സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയവർ ഒടുവിൽ സ്വന്തം തട്ടകത്തിൽ തന്നെ വീണു പോകുന്ന കാഴ്ചകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ തോറ്റാലും തോൽവി സമ്മതിക്കാതെ ഞാൻ തോറ്റിട്ടില്ല, ജനങ്ങൾ എന്നെ തോൽപ്പിച്ചതല്ല, ഇതൊരു വലിയ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ് സ്വന്തം പാർട്ടി ഓഫീസിന് പെയിന്റ് അടിക്കാൻ ബക്കറ്റും ബ്രഷുമായി ഇറങ്ങുന്ന ഒരു മുൻ മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ നിങ്ങൾ നേരെ പശ്ചിമ ബംഗാളിലേക്ക് തന്നെ നോക്കണം. അതെ, പറഞ്ഞു വരുന്നത് മമതയെ കുറിച്ചാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേരിട്ട അപ്രതീക്ഷിതവും എന്നാൽ അതിശക്തവുമായ പ്രഹരത്തിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് ഇതുവരെ മുക്തരായിട്ടില്ല. അതിലും വലിയ കോമഡി എന്തെന്നാൽ പാർട്ടി പാടെ തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോഴും ദീദി പറയുന്നത് പോകുന്നവർക്ക് പോകാം, ഉള്ളവരെ വെച്ച് ഞാൻ പാർട്ടി ഓഫീസുകൾ പെയിന്റ് ചെയ്ത് പുതുക്കി പണിയുമെന്നാണ്. ബാക്കിയുള്ള 5-10 നേതാക്കൾ കൂടി പാർട്ടി വിടുന്നതിന് മുമ്പ് ദീദിക്ക് ആ പെയിന്റിംഗ് ജോലി തീർക്കാൻ സാധിക്കുമോ എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരുടെ വലിയ സംശയം. ഇതിലും വലിയൊരു നാണക്കേട് ഇനി മമതാ ബാനർജിക്ക് വരാനുണ്ടോ എന്ന് അണികൾ പോലും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. സത്യത്തിൽ ബംഗാളിൽ എന്താണ് സംഭവിച്ചത്? വർഷങ്ങളായി ഒരു കോട്ട പോലെ തൃണമൂൽ കാത്തു സൂക്ഷിച്ച മണ്ണാണ് ഒറ്റയടിക്ക് ഇടിഞ്ഞു വീണത്. ഡൽഹിയിലിരുന്ന് കൃത്യമായ ചുവടുകളോടെ ബംഗാളിന്റെ മനസ്സ് വായിച്ച ആ വലിയ നേതാവുണ്ടല്ലോ, അതെ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് മുന്നിൽ ദീദിയുടെ എല്ലാ ആക്രമണ രാഷ്ട്രീയവും അഴിമതി കഥകളും ചീട്ടുകൊട്ടാരം പോലെ തകരുകയായിരുന്നു. ഡൽഹിയിലിരുന്ന് മോദിജി ഒരുക്കിയ വികസനത്തിന്റെ കാറ്റിൽ ബംഗാളിലെ തൃണമൂലിന്റെ അഹങ്കാരത്തിന്റെ കൊടിമരങ്ങൾ ഒന്നടങ്കം പിഴുതെറിയപ്പെട്ടു. ഭയമില്ലാത്ത ഒരു ബംഗാൾ, അഴിമതിയില്ലാത്തൊരു ഭരണം എന്ന മോദിയുടെ ആഹ്വാനം ബംഗാളിലെ സാധാരണക്കാരായ ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയതിന്റെ തെളിവാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം. ഒരു കാലത്ത് BJPക്ക് വേരോട്ടമില്ലായത് ദീദി പരിഹസിച്ച മണ്ണിലാണ് ഇന്ന് താമര വിരിഞ്ഞു നിൽക്കുന്നത്. അത് കേവലം ഒരു ജയമല്ല, മറിച്ച് ദീദിയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെ ജനങ്ങൾ നൽകിയ ശക്തമായ പ്രഹരമാണ്. ഇനി ഇതിലെ ഏറ്റവും രസകരമായ ഭാഗം എന്നാൽ ദീദിയെ സ്വന്തം തട്ടകത്തിൽ ചെന്ന് മുട്ടുകുത്തിച്ച ആ നായകന്റെ കഥയാണ്. മറ്റാരുമല്ല, മമതയുടെ മുൻ വിശ്വസ്തനും ഇന്ന് ബംഗാൾ രാഷ്ട്രീയത്തിലെ യഥാർത്ഥ പുലിയുമായ സുവേന്ദു അധികാരി. ഭവാനിപൂർ എന്ന മണ്ഡലം മമതാ ബാനർജിയുടെ സ്വന്തം കോട്ടയായിരുന്നു, അവരുടെ അഭിമാനമായിരുന്നു. അവിടെ ചെന്നാണ് സുവേന്ദു അധികാരി 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് മമതയെ നിലംപരിശാക്കിയത്. പണ്ട് നന്ദിഗ്രാമിൽ വെച്ച് ദീദിയെ തോൽപ്പിച്ച സുവേന്ദു ഇത്തവണ ഭവാനിപൂരിലും അത് ആവർത്തിച്ചു. ഒരു നേതാവിന് ഇതിലും വലിയൊരു രാഷ്ട്രീയ മറുപടി നൽകാനില്ല. ദീദിയുടെ കൺമുന്നിൽ വെച്ച അവരുടെ സ്വന്തം ജനങ്ങളുടെ പിന്തുണയോടെ സുവേന്ദു അധികാരി ആ മണ്ഡലം പിടിച്ചെടുത്തപ്പോൾ തൃണമൂലിന്റെ അഹങ്കാരത്തിന്റെ അവസാനമായിരുന്നു അവിടെ കുറിക്കപ്പെട്ടത്. എന്നിട്ടും ദീദി പറയുന്നു താൻ തോറ്റിട്ടില്ലെന്ന്. മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് രാജിവെക്കാൻ പോലും മമത തയ്യാറാകുന്നില്ല എന്ന കൗതുകകരമായ നീക്കമാണ് അപ്പോൾ രാജ്യം കണ്ടിരുന്നത്. ജനവിധി മാനിക്കാതെ രാജ്ഭവനിലേക്ക് പോകില്ല എന്ന് വാശി പിടിക്കുന്ന മമതയെ ഒടുവിൽ ഗവർണർക്ക് പോലീസ് ഫോഴ്സിനെ വിട്ട് ഇറക്കേണ്ടി വന്നു. മത്സരിച്ച 291-ൽ 211 സീറ്റിലും തോറ്റു തുന്നം പാടിയ ഒരു പാർട്ടിയുടെ അവസ്ഥ ആലോചിച്ചു നോക്കൂ. ഒപ്പം നിന്നിരുന്ന പ്രമുഖ നേതാക്കളെല്ലാം ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ്. പകുതിയിലധികം പേരും BJP ഓഫീസിന് മുന്നിൽ മെമ്പർഷിപ്പിനായി ക്യൂ നിൽക്കുകയാണെന്നാണ് വരുന്ന വാർത്തകൾ. കാരണം മുങ്ങുന്ന കപ്പലിൽ തുടരാൻ ആർക്കാണ് ഭ്രാന്തുള്ളത്? ഈ സമയത്താണ് ദീദിയുടെ ആഹ്വാനം. നമുക്ക് പാർട്ടി ഓഫീസുകൾ പെയിന്റ് അടിച്ച് മിനുക്കാമെന്ന് നേതാക്കളും അണികളും ജീവനും കൊണ്ട് ഓടുമ്പോൾ ദീദിയും അവരുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയും കൂടി ബക്കറ്റും പെയിന്റുമായി നടക്കേണ്ടി വരുന്ന അവസ്ഥ എത്ര പരിതാപകരമാണ്. ജനങ്ങൾ തങ്ങളെ പൂർണ്ണമായും കൈവിട്ടു എന്ന് മനസ്സിലാക്കാൻ മമതയ്ക്ക് ഇനിയും എത്ര നാൾ വേണ്ടിവരും? തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പരാജയഭീതി പൂണ്ട തൃണമൂൽ പ്രവർത്തകർ സംസ്ഥാനത്ത് പരക്കെ ആക്രമണം അഴിച്ചുവിട്ടു എന്ന ആരോപണവും ശക്തമാണ്. തോറ്റമ്പിയതിനു ശേഷം സഹതാപം പിടിച്ചുപറ്റാൻ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം നടക്കുന്നു എന്ന് ദീദി വാദിച്ചെങ്കിലും ബംഗാളിലെ ബുദ്ധിയുള്ള ജനങ്ങൾ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. വോട്ട് കൊള്ളയടിച്ചു എന്ന് പറഞ്ഞ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കുറ്റം പറയുന്ന ദീദി ജനങ്ങൾ നിങ്ങൾക്ക് നൽകിയ തിരിച്ചടി കാണാതെ പോവുകയാണ്. പണ്ട് കേന്ദ്രത്തിനെതിരെയും മോദിജിക്കെതിരെയും വിരൽ ചൂണ്ടി സംസാരിച്ച ദീദിക്ക് ഇന്ന് സ്വന്തം അണികളെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പശ്ചിമ ബംഗാളിൽ ഈ തൃണമൂൽ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് അസാധ്യമാണെന്ന് ഈ തിരഞ്ഞെടുപ്പ് അടിവരയിട്ടിരിക്കുകയാണ്. പാർട്ടിയുടെ അടിത്തറ ഇളകിക്കഴിഞ്ഞു. ഇനി മമതാ ബാനർജിക്ക് ചെയ്യാൻ ബാക്കിയുള്ളത് ആകെ ഒരു കാര്യമാണ്. അവർ പറഞ്ഞതുപോലെ തകർന്ന പാർട്ടി ഓഫീസുകൾ ഓരോന്നായി പെയിന്റ് അടിച്ച് വൃത്തിയാക്കുക. പക്ഷേ പെയിന്റ് അടിച്ച് തീരുമ്പോഴേക്കും പാർട്ടിയിൽ ദീദിയും അനന്തരവനും മാത്രം ബാക്കിയുണ്ടാകുന്ന അവസ്ഥ വന്നാൽ അതിലൊട്ടും അത്ഭുതപ്പെടാനില്ല. തോൽവി സമ്മതിക്കാതെ ഇനിയും എത്ര കാലം ഈ പെയിന്റിംഗ് നാടകവുമായി മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കണ്ടറിയാം.
പശ്ചിമ ബംഗാൾ രാഷ്ട്രീയം ഇന്ന് എത്തി നിൽക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു കോമഡി ട്രാക്കിലാണ്. ഒരു കാലത്ത് ബംഗാൾ ഭരിച്ച് അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്നിരുന്ന തൃണമൂൽ കോൺഗ്രസ് ഇന്ന് വെറും ഒരു പെയിന്റിംഗ് ക്ലബായി മാറിയിരിക്കുന്നു. ഇത്രയും വലിയൊരു പരാജയം ഏറ്റുവാങ്ങിയിട്ടും സ്വന്തം മണ്ഡലമായ ഭവാനിപൂരിൽ പോലും ജനങ്ങൾ കൈവിട്ടിട്ടും മമതയ്ക്ക് ഇപ്പോഴും യാഥാർത്ഥ്യം മനസ്സിലായിട്ടില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ കൗതുകം. തോൽവി സംബന്ധിച്ച് കസേര ഒഴിഞ്ഞു കൊടുക്കുന്നതിന് പകരം ജനവിധി കൊള്ളയടിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും കോടതിയെയും കുറ്റം പറയുന്ന ദീദിയുടെ ഈ വാശി ജനാധിപത്യത്തെ പോലും പരിഹസിക്കുന്നതിന് തുല്യമായിരുന്നു. ഇനി മമത ബാനർജിക്ക് എത്രയൊക്കെ പെയിന്റ് അടിച്ച് മിനുക്കാൻ നോക്കിയാലും തകർന്നടിഞ്ഞ തൃണമൂലിന്റെ ആ അടിത്തറ ഇനി ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന് അണികൾക്ക് പോലും ബോധ്യമായി കഴിഞ്ഞു. ദീദിയും അവരുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയും കൂടി ബക്കറ്റും ബ്രഷുമായി ഈ പെയിന്റിംഗ് നാടകവുമായി മുന്നോട്ട് പോകുമ്പോൾ പാർട്ടിയിൽ അവശേഷിക്കുന്ന പ്രമുഖ നേതാക്കൾ ഓരോരുത്തരായി അടുത്ത ക്യാമ്പുകളിലേക്ക് പോകാനുള്ള പെട്ടിയും കിടക്കയും തയ്യാറാക്കി കഴിഞ്ഞു. പെയിന്റ് അടിച്ച് തീരുന്നതിന് മുമ്പ് പാർട്ടി ഓഫീസ് മൊത്തമായി ഒഴിഞ്ഞു പോയ ദീദിക്ക് ഈ ബ്രഷും പിടിച്ച് തനിച്ച് നിൽക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടിയും വിട്ടു. ഇപ്പോൾ ദീദിക്ക് രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ താല്പര്യം ഈ പെയിന്റിംഗ് കോൺട്രാക്ടറിൽ തന്നെയാണെന്നാണ് കേൾക്കുന്നത്. കാരണം ദേശീയ തലത്തിൽ പ്രതിപക്ഷ സഖ്യങ്ങൾ ഓരോന്നായി ഇല്ലാതാവുകയും നേതാക്കൾ പല വഴിക്ക് പിരിയുകയും ചെയ്യുന്ന ഈ സമയത്ത് സ്വന്തം പാർട്ടി ഓഫീസെങ്കിലും ചായം പൂശി ഭംഗിയാക്കി വെക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ദീദി ആ പെയിന്റ് അടി എത്രയും പെട്ടെന്ന് തീർക്കുന്നതായിരിക്കും ബുദ്ധി. ഇല്ലെങ്കിൽ പെയിന്റ് അടിച്ച് തീരുമ്പോഴേക്കും പാർട്ടി ബോർഡ് മാറ്റാൻ പോലും അവിടെ ആരും ബാക്കിയുണ്ടാവില്ല. ബംഗാളിലെ ജനങ്ങൾ ഇപ്പോൾ പുതിയൊരു പുലരിയിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വിഭാവനം ചെയ്ത ഡിജിറ്റൽ വികസന വിപ്ലവത്തിലേക്ക് ബംഗാൾ അതിവേഗം മാറിക്കഴിഞ്ഞു. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനം പുതിയ പുതിയ പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന തൃണമൂലിന് ആകെയുള്ള ആശ്വാസം ഈ പെയിന്റിംഗ് ജോലികൾ മാത്രമാണ്. എന്തായാലും ദീദിക്ക് ഈ പുതിയ ചായം പൂശൽ ജോലിയിൽ നല്ലൊരു വിജയം ആശംസിക്കാം. ഇനി ഇവിടെയാണ് ഡൽഹിയിൽ ഇരുന്ന് കൃത്യമായ ചുവടുകളോടെ വികസനത്തിന്റെ രാഷ്ട്രീയം നെയ്തെടുത്ത നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളെ നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടത്. ആക്രമണ രാഷ്ട്രീയത്തിനും ഗുണ്ടാ വിളയാട്ടത്തിനും ബംഗാൾ ജനത നൽകിയ ശക്തമായ മറുപടിയായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് ഫലം. ഭയമില്ലാത്ത ഒരു സംസ്ഥാനം, അഴിമതിയില്ലാത്ത ഭരണം എന്ന മോദിയുടെ ഉറപ്പ് ബംഗാളിലെ സാധാരണക്കാരായ ജനങ്ങൾ നെഞ്ചേറ്റിയതിന്റെ തെളിവാണ് ഇന്ന് നമ്മൾ ഈ ബെഞ്ചുകളിലേക്ക് ചുരുങ്ങിപ്പോയ തൃണമൂലിന്റെ ഈ അവസ്ഥ. ഡൽഹിയുടെ വികസന കാറ്റിന് മുന്നിൽ ദീദിയുടെ കുതന്ത്രങ്ങളെല്ലാം പാടെ തകർന്നടിഞ്ഞു എന്ന് വേണം പറയാൻ. ഇനി അതുപോലെ തന്നെ ദീദിയുടെ സ്വന്തം കോട്ടയായ ഭവാനിപൂരിൽ കയറി അവരെ നിലം പരിശാക്കിയ ബംഗാളിന്റെ യഥാർത്ഥ നായകൻ സുവേന്ദു അധികാരിയുടെ രാഷ്ട്രീയ ഗ്രാഫ് ഇനി വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചയാകും എന്നതിൽ സംശയമില്ല. ജനങ്ങളെ അടിച്ചമർത്തി ഭരിക്കാമെന്ന് വിചാരിച്ച മമതയ്ക്ക് ജനങ്ങളുടെ പിന്തുണയോടെ സുവേന്ദു നൽകിയ ആ ഒരൊറ്റ പ്രഹരം തൃണമൂൽ കോൺഗ്രസിന്റെ അഹങ്കാരത്തിന്റെ അവസാനമായിരുന്നു. തകർന്ന ആ ഓഫീസുകൾ ഓരോന്നായി പെയിന്റ് അടിച്ച് വൃത്തിയാക്കി വെച്ചോളൂ. കാരണം വരും ദിവസങ്ങളിൽ ബംഗാളിൽ വികസനത്തിന്റെ പുതിയൊരു പുലരിയാണ് വരാൻ പോകുന്നത്. അവിടെ ആക്രമണ രാഷ്ട്രീയത്തിന് സ്ഥാനമില്ലെന്ന് ജനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. ഇനി ആ പെയിന്റിംഗ് ബക്കറ്റിലെ ചായം തീരുന്നതുവരെ ദീദിക്ക് ഈ നാടകം തുടരാം. പക്ഷേ അത് കാണാൻ അണികളോ ജനങ്ങളോ കൂടെയുണ്ടാകില്ല എന്ന് മാത്രം. ബംഗാൾ രാഷ്ട്രീയം പുതിയൊരു യുഗത്തിലേക്ക് കിടക്കുമ്പോൾ തൃണമൂലിന്റെ ഈ പെയിന്റിംഗ് നാടകം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.